സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾസ് സിറ്റിയുടെയും പരിസര ഗ്രാമങ്ങളുടെയും കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ് ഞാൻ. നേരം ഉച്ചയായിരിക്കുന്നു. ജിമ്മി എന്നൊരാളോടൊപ്പം അദ്ദേഹത്തിന്റെ കാറിലാണ് യാത്ര. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പട്ടണമാണ് വിക്ടോറിയ ഫാൾസ് സിറ്റി. അവർക്ക് വേണ്ട കോഫി ഷോപ്പുകളും മറ്റും തനതായ ഒരു ആഫ്രിക്കൻ ശൈലിയിൽ ഒരുക്കി വച്ചിരിക്കുന്നു. വൃക്ഷനിബിഡമായ പ്രദേശത്ത് മനോഹരമായ ചെറു കെട്ടിടങ്ങളിലാണ് അവ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഹോട്ടലുകളാണ് ഇവിടെ ടൗണിലുള്ളത്. എന്നാൽ വമ്പൻ റിസോർട്ടുകളുടെ പട്ടണം കൂടിയാണ് വിക്ടോറിയ ഫാൾസ് സിറ്റി. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. അതിലൊന്നാണ് ഈ ക്യൂരിയോ മാർക്കറ്റ്, സ്ത്രീകൾ നടത്തുന്ന മാർക്കറ്റ്. വസ്ത്രങ്ങൾ, സഞ്ചികൾ, ബാഗുകൾ എന്നിങ്ങനെ സ്ത്രീകൾ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ഇവിടെ വിൽപ്പന. അവർ തന്നെയാണ് വിൽപ്പനക്കാരും. സഫാരി വാഹനങ്ങൾ ഈ പട്ടണത്തിൽ എവിടെയും കാണാം. വഴിയരികിലും ധാരാളം കരകൗശല വസ്തുക്കൾ നിരത്തിവെച്ചിരിക്കുന്നു. ശില്പങ്ങൾ, കൊത്തുപണി നടത്തിയ സാധനങ്ങൾ, പെയിന്റിങ്ങുകൾ തുടങ്ങി ലക്ഷക്കണക്കിന് വസ്തുക്കൾ. ചൈനീസ് ഫുഡ് കിട്ടുന്നവയടക്കം പലതരം റെസ്റ്റോറന്റുകളുമുണ്ട് ഇവിടെ. സായിപ്പുമാരൊക്കെ ചെലവ് ചുരുക്കി ഭക്ഷണം കഴിക്കുന്നതും കാണാം. ഒരിടത്ത് വണ്ടി നിർത്തി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇവിടെ ഒരു കലാകാരനുണ്ട്. സൈലോഫോൺ പോലെ ഒരു ഉപകരണം. ഓരോ മരപ്പലകയ്ക്കും ഓരോ നാദമാണ്. അത് കൊട്ടിക്കാണിക്കുന്നു. എലിഫന്റ്സ് വാക്ക് എന്ന ഒരു ഷോപ്പിംഗ് വില്ലേജ് ഉണ്ട് ഇവിടെ. ഷോപ്പിംഗ് ആൻഡ് ആർട്ടിസ്റ്റ് വില്ലേജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. കലാകാരന്മാരുടെ ഒരു സങ്കേതമാണ്. അതിനകത്തേക്ക് കയറി ചെല്ലാം. പെയിന്റിങ്ങുകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് തത്സമയം ചിത്രം വരയ്ക്കുന്ന ആളുകളുണ്ട്. മനോഹരമായ ആഫ്രിക്കൻ ചിത്രങ്ങൾ. ഈ ചിത്രകാരന്റെ പേര് ലൂയിസ് എന്നാണ്. ഇവിടെ ഇരുന്ന് തത്സമയം ചിത്രം വരയ്ക്കുന്നു. ഞാൻ അദ്ദേഹവുമായി പല കാര്യങ്ങളും സംസാരിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ മാത്രമാണോ വരയ്ക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. അല്ല, കളറും വരയ്ക്കും. അവിടെയൊക്കെ കളർ ചിത്രങ്ങളുണ്ട്. പക്ഷേ ചിലർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൂടുതൽ ഇഷ്ടം. ചിലർ പ്രത്യേകം ആവശ്യപ്പെടുന്നതനുസരിച്ച് വരയ്ക്കുന്നതുമുണ്ട്. ആവശ്യക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വരയ്ക്കാനാണ് ശ്രമിക്കുന്നത്. എന്റെ യാത്ര എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുന്നുമുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാണെന്നറിഞ്ഞപ്പോൾ നമസ്തേ എന്നും പറഞ്ഞു. തന്റെ വർക്കുകൾ ലോകം മുഴുവൻ എത്തുന്നതിലാണ് ഇദ്ദേഹത്തിന്റെ സന്തോഷം. ലൂയിസിനെ പോലുള്ള നിരവധി കലാകാരന്മാർ ഈ വിക്ടോറിയ ഫാൾസ് സിറ്റിയിൽ ചിത്രം വരച്ച് ഉപജീവനത്തിന് വക കണ്ടെത്തുന്നുണ്ട്. ഒരു ചെറിയ മുറിക്കകത്ത് ലൂയിസിന്റെ പെയിന്റിങ്ങുകൾ നിരത്തിവെച്ചിരിക്കുന്നു. കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ. ഇവിടെ പല കെട്ടിടങ്ങളിലായി പല പല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഷോപ്പിംഗ് ആൻഡ് ആർട്ടിസ്റ്റ് വില്ലേജിലെ പ്രധാന ബിൽഡിംഗ്. ഞാൻ അതിന്റെ അകത്തേക്ക് നടന്നു. വ്യത്യസ്തതരം ശില്പങ്ങൾ നിരത്തിവെച്ചിരിക്കുന്ന ഒരു ഭാഗം. ഷോണ സ്കൾപ്ചർ എന്നാണ് ഇത്തരം ശില്പങ്ങൾ അറിയപ്പെടുന്നത്. കല്ലിൽ പ്രത്യേക രീതിയിൽ കൊത്തിയെടുക്കുന്ന ശില്പങ്ങളാണ്. ഇങ്ങനെയുള്ള ശില്പങ്ങൾ പണിയുന്ന പ്രഗത്ഭരായ കുറെ കലാകാരന്മാരും ഇവിടെയുണ്ട്. ചെറിയ വിലയുടെ സാധനങ്ങളൊന്നുമല്ല ഈ കടകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുക്കുന്നതാണ് ഇതോരോന്നും. ലോകപ്രശസ്തരായ ചില കലാകാരന്മാർ ഇത്തരം സ്കൾപ്ചറുകൾ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ ശില്പത്തിന് $6000 വില. ഏകദേശം 5.5 ലക്ഷം രൂപ. സ്ഥലത്തെത്തിക്കുന്ന ചെലവ് വേറെ. 100-200 കിലോ തൂക്കമുള്ളതാണ് ഈ ശില്പങ്ങളിൽ പലതും. ഇതിന് $5000 വരെ വിലയുണ്ട്. കണ്ടംപററി ശില്പങ്ങളാണ് കൂടുതലും. ന്യൂയോർക്ക് ടൈംസിൽ വരെ ഈ ഷോണ സ്കൾപ്ചറിനെ പറ്റി ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെന്നാണ് കടക്കാരൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പ്രശസ്തനായ ശില്പിയുടെ സൃഷ്ടികളാണിത്. 1950കളിൽ ഷോണ ജനതയുടെ കലാരംഗത്തുണ്ടായ നവോത്ഥാനത്തോടെയാണ് ഇത്തരം ശില്പങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്. പെയിന്റർമാർ വേറെയുമുണ്ടിവിടെ. ചിലർ വരയ്ക്കുന്നു, ചിലർ ചിത്രങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് കൂടുതലും. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. ലെമിംഗ്ടൺ എന്നാണ് പേര്. ചെറിയ കടലാസിൽ പെൻസിൽ ഡ്രോയിങ്ങും ചെയ്യുന്നുണ്ട് ലെമിംഗ്ടൺ. അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ലെമിംഗ്ടൺ മുഷുങ്കി എന്നാണ് മുഴുവൻ പേര്. ഫോൺ നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്.
അദ്ദേഹത്തെ വിളിച്ചാൽ പെയിന്റിങ്ങുകൾ അയച്ചു തരും. ലെമിംഗ്ടൺ ചിത്രങ്ങൾക്കെല്ലാം പ്രത്യേകമായ ഒരു ക്യാരക്ടറുണ്ട്. പെൻസിലും ഓയിൽ പെയിന്റും ചാർക്കോളും എല്ലാം ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളുണ്ടിതിൽ. ശില്പങ്ങളുടെയും വലിയൊരു ശേഖരമുണ്ട് ഈ വില്ലേജിൽ. കുറച്ചു പണവുമായി ഇവിടേക്ക് വന്നാൽ ഒരു വീടിനെ അലങ്കരിക്കാനുള്ള എത്ര സാധനം വേണമെങ്കിലും കിട്ടും. സഞ്ചി, ബാഗ് എന്നിവയൊക്കെ തത്സമയം ഇവിടെ ഇരുന്ന് തയ്ക്കുന്ന സ്ത്രീകളുമുണ്ട് വില്ലേജിൽ. ഞാൻ ആ കെട്ടിടത്തിനുള്ളിലൂടെ മറുഭാഗത്തേക്ക് ചെന്നു. ഇവിടം നല്ല പച്ചപ്പിന്റെ ഒരു പ്രദേശമാണ്. ഇവിടെ മരത്തണലിലിട്ട കസേരകളിൽ ആളുകൾക്ക് വന്നിരുന്ന് ഒരു കാപ്പിയും കുടിച്ച് വിശ്രമിക്കാം. ചുറ്റോടു ചുറ്റും പുല്ലുമേഞ്ഞ കുറെ കെട്ടിടങ്ങൾ. ശരിക്കും ആർട്ട് വില്ലേജുകൾ ഇങ്ങനെ തന്നെയായിരിക്കണം. നമ്മുടെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഷോപ്പിംഗ് കേന്ദ്രം എങ്ങനെയാണ് പണിയേണ്ടത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. തേക്കടിയിലും മൂന്നാറിലും കുമരകത്തുമൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഷോപ്പിംഗ് വില്ലേജുകൾ ഒരുക്കണം. അവിടെ നാട്ടുകാർ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കണം. ഷോപ്പിംഗ് വില്ലേജ് മാത്രമല്ല, ഇതൊരു ടൂറിസ്റ്റ് ഹബ്ബ് കൂടിയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ നടക്കും. ഇവിടെ തന്നെ തിയേറ്ററുകളുണ്ട്. കൗതുക വസ്തുക്കൾ വിൽക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. റെസ്റ്റോറന്റുകളുണ്ട്. പെയിന്റിങ്ങുകൾ വിൽക്കുന്ന കടകളുണ്ട്. വിവിധ ടൂറുകൾ ബുക്ക് ചെയ്യാവുന്ന ഓഫീസുകളും ഈ വില്ലേജിൽ പ്രവർത്തിക്കുന്നു. ടൂറിസ്റ്റുകളുടെ ഉപയോഗത്തിന് മികച്ച ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഹബ്ബ് കേരളത്തിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും പൊതുവായി പണിയേണ്ടതാണ്. താമസത്തിന് ഹോട്ടലുകളും റിസോർട്ടുകളും ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പൊതു കേന്ദ്രമുണ്ടാവണം. നല്ല പച്ചപ്പുള്ള പ്രദേശത്ത് ഇങ്ങനെ കലാബോധത്തോടെ നിർമ്മിച്ച കെട്ടിടമാണ് അതിനുണ്ടാവേണ്ടത്. അവിടെ തനത് കലാരൂപങ്ങളും കരകൗശല വസ്തുക്കളുമെല്ലാം വിൽപ്പനയ്ക്കുണ്ടാവണം. അവിടെ വന്നിരുന്ന് ആളുകൾക്ക് വിശ്രമിക്കാൻ സാധിക്കണം. ഇവിടെയുള്ള ഒരു കലാകേന്ദ്രത്തെക്കുറിച്ചാണ് ജിമ്മി പറയുന്നത്. ഈ വില്ലേജിൽ തന്നെ ഒരു തിയേറ്ററുണ്ട്. അവിടെ സിമൂണിയെ എന്നൊരു പെർഫോമൻസ് എല്ലാ വൈകുന്നേരവും നടക്കുന്നു. ജിമ്മിയുടെ മകൾ അതിലെ ലീഡിംഗ് ആർട്ടിസ്റ്റാണ്. കലാകുടുംബം കൂടിയാണ് ജിമ്മിയുടേത്. എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിലിരുന്നു. വെയിറ്റർ വന്നു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഒരു കാപ്പി കുടിക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇവിടുത്തെ സ്പെഷ്യലായ ലെമൺ ജിഞ്ചർ ടീ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോഴാണ് ജിമ്മി പറയുന്നത് താൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന്. വിശക്കുന്നുണ്ട്. ഞാൻ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചത് നന്നായി. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. പലതരം കേക്കുകളെപ്പറ്റിയും വിഭവങ്ങളെപ്പറ്റിയുമെല്ലാം വെയിറ്റർ പറയുന്നുണ്ട്. ജിമ്മി ഓരോന്നിന്റെയും വില ചോദിച്ചു. തനിക്കൊരു ക്യാരറ്റ് കേക്ക് മതിയെന്നായി ജിമ്മി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയതാണ്. ഓർഡർ ചെയ്തത് എത്തി. ഇതാണ് ലെമൺ ജിഞ്ചർ ടീ. തണുത്ത ചായയാണ്. ക്യാരറ്റ് കേക്കും വന്നു. ജിമ്മിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് യമ്മിയാണെന്നും ഗംഭീരമാണെന്നും പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊരു ഭക്ഷണം ഓഫർ ചെയ്യുമെന്ന് ജിമ്മി പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടെന്ന് എനിക്ക് തോന്നി. ജിമ്മി ക്യാരറ്റ് കേക്ക് കഴിച്ചു നോക്കി. ഗംഭീരമാണെന്ന് അഭിപ്രായപ്പെട്ടു. ഇവർക്കൊക്കെ നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് മധുരമുള്ളതൊക്കെ ധാരാളം കഴിച്ചാലും പ്രശ്നമില്ല. നമുക്ക് അധികം മധുരം കഴിക്കാൻ പേടിയാണല്ലോ. ബ്രൂക്സ് കഫേ എന്ന റെസ്റ്റോറന്റാണിത്. ഇവരുടെ ഇവിടുത്തെ ബേക്കറിയിൽ തന്നെയാണ് കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്. ജിമ്മിയുടെ വീട്ടുവിശേഷങ്ങൾ കേട്ട് കുറച്ചുനേരം അവിടെയിരുന്നു. പിന്നെ ആ വില്ലേജിൽ നിന്ന് മടങ്ങി. മനോഹരമായ ഒരു സെന്റർ. ആഫ്രിക്കയുടെ ഒരു തനതുഭാവം എവിടെയുമുണ്ട്. ഈ എപ്പിസോഡുകളിൽ കാണുന്ന ആഫ്രിക്കൻ നാടുകളിലൂടെയുള്ള സഞ്ചാരത്തിന്റെ അടുത്ത ടൂറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. ഫോൺ 7591966600. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954442. ജിമ്മിയുടെ കാറിൽ കയറി യാത്ര തുടർന്നു. ഇത്തരം സെന്ററുകൾ കേരളത്തിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും ഉടൻ വരണമെന്നാണ് എന്റെ അഭിപ്രായം.
ഇത് എലിഫന്റ്സ് വാക്ക് വില്ലേജിന്റെ പുറം ഭാഗമാണ്. എത്ര മനോഹരമായാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണുക. ഇങ്ങനെയുള്ള ഒരു സ്ഥലമെങ്കിലും നമ്മുടെ ഓരോ ടൂറിസം കേന്ദ്രങ്ങളിലും വേണം. വേറെയും മാർക്കറ്റുകളുണ്ട് ഇവിടെ. ഇതിവിടുത്തെ മറ്റൊരു ക്യൂരിയോ മാർക്കറ്റാണ്, വലിയൊരു മാർക്കറ്റ്. ഇത് പക്ഷേ അത്ര കലാപരമായി ഒന്നുമല്ല ഒരുക്കിയിരിക്കുന്നത്. ആസ്ബറ്റോ ഷീറ്റൊക്കെ മേഞ്ഞ ഒരു വലിയ കെട്ടിടം. ഇവിടെയും നൂറുകണക്കിന് കച്ചവടക്കാരുണ്ട്. ലക്ഷക്കണക്കിന് കലാവസ്തുക്കൾ. കല്ലിലും തടിയിലും ലോഹത്തിലും കൊത്തിയെടുത്തവയുണ്ട്. തുണിയിലും ക്യാൻവാസിലും പെയിന്റ് ചെയ്തവയുണ്ട്. ആഫ്രിക്കൻ ഗോത്ര സംസ്കാരം പ്രകടമാക്കുന്ന വസ്തുക്കളാണ് ഓരോന്നും. വന്യജീവികളുടെയും ഗോത്രജീവിതത്തിന്റെയും എല്ലാം ചിത്രങ്ങളും ശില്പങ്ങളുമാണ് കാണുന്നത്. അതങ്ങനെ കെട്ടിടത്തിലാകെ നിറച്ചിരിക്കുന്നു. ഇത്രയേറെ സാധനങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും അധികമാരും വാങ്ങുന്നത് കാണുന്നില്ല. ദിവസവും 1-2 എണ്ണം വിൽക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഒരു കച്ചവടം കൊണ്ട് ഇവർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അത്ഭുതം തോന്നും. തടിയിൽ കൊത്തിയെടുത്ത ചെസ് ബോർഡ് ഡിസ്പ്ലേ ചെയ്തു വെക്കുന്നു ഒരാൾ. മനോഹരമായ ശില്പങ്ങൾ, മിക്കതും തടിയിൽ കൊത്തിയതാണ്. ഇതിനെല്ലാം ഒരു ആഫ്രിക്കൻ മിഴിവുണ്ട്. ആഫ്രിക്കൻ ഗോത്രസ്ത്രീകളുടെ ശില്പങ്ങളാണിത്. അതിന്റെ മുഖഭാവമെല്ലാം കൃത്യം. ഇവർ എല്ലാ ദിവസവും ഇതിങ്ങനെ തുടച്ചു മിനുക്കി വയ്ക്കും. ജീവൻ തുളുമ്പുന്ന ശില്പങ്ങൾ. പരിചയം കുന്തവുമായി നിൽക്കുന്ന ആഫ്രിക്കൻ ഗോത്രമുഖ്യന്മാർ. ആഫ്രിക്കൻ വനത്തിലെ ആനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ. പലതരം കല്ലുകളിലും മരത്തിലുമുണ്ടാക്കിയ ശില്പങ്ങളാണ്. ഓരോ സ്റ്റാളുകളിലും ആളുകൾ ഇരിപ്പുണ്ട്. പക്ഷേ ഒന്നും വിറ്റുപോകുന്നത് കാണുന്നില്ല. വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും വിൽക്കുമായിരിക്കും. കച്ചവടക്കാരും കലാകാരന്മാരും അങ്ങനെ വട്ടം കൂടിയിരിക്കുന്നു. ഇവർ ഇരിക്കുന്ന കസേരകൾക്ക് പോലും ഒരു ഗോത്രഭാവമുണ്ട്. ചിലതിൽ ഈസി ചെയറിൽ എന്ന പോലെ കിടക്കുന്നു. ചിലർ എന്റെ കൂടെയുള്ള ജിമ്മിയോട് കുശലാന്വേഷണം നടത്തുന്നുണ്ട്. മുടി ഇങ്ങനെ പിന്നിക്കെട്ടുന്നതിൽ മുൻപരാണ് ആഫ്രിക്കൻ സ്ത്രീകൾ. അല്ലെങ്കിൽ ഈ ശില്പത്തിലെ സ്ത്രീയുടേതുപോലെ വെട്ടിക്കളയും. ആഫ്രിക്കൻ ജീവിതത്തിന്റെ നേർചിത്രങ്ങൾ തന്നെയാണ് ഇവർ കലാരൂപങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. സിംബാബ്വേയിലെയും സാംബിയയിലെയും ബോട്സ്വാനയിലെയും നമീബിയയിലെയും ഒക്കെ ഉൾനാടുകളിലെ ജീവിതത്തിന്റെ കാഴ്ചകളാണ് ഇത്. ആഫ്രിക്കക്കാരുടെ വസ്ത്രമുണ്ട് ഇവിടെ. സംഗീതോപകരണങ്ങൾ, മുഖംമൂടികൾ എന്നിങ്ങനെ പല വസ്തുക്കൾ. കുറെ നേരം ആ മാർക്കറ്റിനകത്തുകൂടി ഞങ്ങൾ ചുറ്റി നടന്നു. കണ്ടാലും തീരാത്തത്ര വസ്തുക്കളുണ്ട്. വലിയൊരു പ്രദേശമാകെ വ്യാപിച്ചു നിൽക്കുകയാണ് മാർക്കറ്റ്. ഇത്തരത്തിലുള്ള 2-3 മാർക്കറ്റുകൾ വിക്ടോറിയ ഫാൾസ് സിറ്റിയിലുണ്ട്. തങ്ങളുടെ ട്രൈബൽ ജീവിതം തന്നെയാണ് ഇവർ കലാരൂപങ്ങളാക്കി ടൂറിസ്റ്റുകൾക്ക് വിറ്റ് പണം നേടുന്നത്. ശില്പങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും നിർമ്മാണത്തിനായി വിവിധ കമ്മ്യൂണിറ്റികൾ വിക്ടോറിയ ഫാൾസ് സിറ്റിയിലും പരിസരങ്ങളിലെ ഗ്രാമങ്ങളിലുമായുണ്ട്. അവിടെ നിർമ്മിക്കുന്ന വസ്തുക്കളാണ് ഇത്തരം മാർക്കറ്റുകളിൽ കൂടുതലായും എത്തുന്നത്. കൂടാതെ സിംബാബ്വേയുടെ മറ്റു പല ഭാഗങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന തുണിത്തരങ്ങളും ശില്പങ്ങളും പാത്രങ്ങളും ഇത്തരം ഷോപ്പുകളിൽ എത്തുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ജിമ്മിയും എനിക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയായി ഒരു ചെറിയ ടൗൺഷിപ്പ് ഉണ്ട്. അതൊരു ആർട്ടിസ്റ്റ് വില്ലേജ് ആണ്. അവിടെ ചെന്നാൽ ഇത്തരം വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നത് നേരിൽ കാണാമെന്ന് ജിമ്മി പറയുന്നു. അവിടെ നിർമ്മിക്കുന്ന ആർട്ട് വർക്കുകൾ ഇവിടെയുള്ള മാർക്കറ്റിലാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. നേരത്തെ ഇത്തരം മാർക്കറ്റുകളിലേക്ക് സിംബാബ്വേക്ക് പുറത്തുനിന്ന് വസ്തുക്കൾ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിക്ടോറിയ ഫാൾസ് സിറ്റിയുടെ സമീപ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന വസ്തുക്കളാണ് കൂടുതലായും വിൽക്കുന്നത്. വിക്ടോറിയ ഫാൾസിൽ ടൂറിസം വലിയ വ്യവസായമായി മാറിയതോടെ സിംബാബ്വേയുടെ പല ഭാഗങ്ങളിൽ നിന്നും കലാകാരന്മാർ ഈ നഗരത്തിലേക്കും പരിസരങ്ങളിലെ ഗ്രാമങ്ങളിലേക്കും ചേക്കേറിയിരുന്നു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മതിലിൽ വലിയൊരു പെയിന്റിംഗ് കണ്ടു. വൈകുന്നേരം ആർട്ട് വില്ലേജിൽ അരങ്ങേറുന്ന സിമോണി എന്ന പരിപാടിയുടെ പരസ്യമാണ്. ജിമ്മിയുടെ മകൾ ലീഡിംഗ് ആർട്ടിസ്റ്റായുള്ള പരിപാടിയുടെ പരസ്യം. വിക്ടോറിയ ഫാൾസ് തിയേറ്റർ എന്നാണ് അത് നടക്കുന്ന ഇടം അറിയപ്പെടുന്നത്. സിമോണി സ്പിരിറ്റ് ഓഫ് ആഫ്രിക്ക എന്ന് അതിന്റെ ബോർഡും വെച്ചിട്ടുണ്ട്.
ആഴ്ചയിൽ 6 ദിവസവും അരങ്ങേറുന്ന പരിപാടിയാണ്. യാത്ര തുടരുമ്പോൾ ടാർ ചെയ്യാത്ത വഴിയുടെ ഓരങ്ങളിൽ നിരവധിയായ ശില്പങ്ങൾ വെയിൽ കാഞ്ഞങ്ങനെ ഇരിക്കുന്നത് കാണാം. വന്നു ചേരാനുള്ള ഏതോ ടൂറിസ്റ്റിനെ കാത്തുള്ള ഇരിപ്പാണ്. വിറ്റുപോകാൻ അതൊക്കെ എത്ര പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരുമെന്ന് അറിയില്ല. ഇതിൽ പലതും സൃഷ്ടിച്ച കലാകാരന്റെ ജീവിതം തന്നെ ഇതിനോടകം അവസാനിച്ചിട്ടുണ്ടാകാം. ഏതാനും വർഷം മുൻപ് ഞാനിവിടെ വന്നപ്പോഴും പാതയോരത്ത് കുറേ ശില്പങ്ങൾ നിരന്നിരിപ്പുണ്ടായിരുന്നു. അതിൽ പലതും ഇപ്പോഴും ഇവിടെ ഉണ്ടാകാം. ഇതൊക്കെ സൃഷ്ടിച്ച കലാകാരന്മാർക്ക് എന്നാണ് അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ലോകം മുഴുവനുമുള്ള മാർക്കറ്റുകളിലേക്ക് ഇത് എത്തിക്കേണ്ടതിനെക്കുറിച്ച് സിംബാബ്വെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു സ്ട്രീറ്റ് മുഴുവൻ കാണുന്നത് ബാങ്കുകളാണ്. ഫസ്റ്റ് ക്യാപിറ്റൽ തുടങ്ങി പല പല ബാങ്കുകൾ. ഞങ്ങളിപ്പോൾ ഇലാല ലോഡ്ജ് എന്ന ഒരു റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇലാല ലോഡ്ജിന്റെ അകമൊന്ന് കയറി കാണണമെന്ന് ഞാൻ നേരത്തെ തന്നെ ജിമ്മിയോട് പറഞ്ഞിരുന്നതാണ്. വിക്ടോറിയ ഫാൾസ് സിറ്റിയിൽ തന്നെയുള്ള റിസോർട്ടാണ് ഇലാല ലോഡ്ജ്. ലോഡ്ജ് എന്നാണ് വിശേഷണമെങ്കിലും ഒരു 4 സ്റ്റാർ റിസോർട്ടാണിത്. കെട്ടിടങ്ങളെല്ലാം പുല്ലുമേഞ്ഞതാണ്. ഇവിടുത്തെ ഏറ്റവും ആഡംബര റിസോർട്ടുകളെല്ലാം ഇങ്ങനെ പുല്ലുമേൽക്കൂരയുള്ളതായിരിക്കും. സിംബാബ്വേയിൽ മാത്രമല്ല, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇതുതന്നെയാണ് കാഴ്ച. മേൽക്കൂര പുല്ലുമേഞ്ഞതാണെങ്കിൽ റേറ്റ് കൂടുതലാവും. ഞാൻ അതിന്റെ റിസപ്ഷനിലേക്ക് കയറി ചെന്നു. അവിടം കടന്നെത്തുന്നത് ഇവിടുത്തെ റെസ്റ്റോറന്റിലേക്കാണ്. അതിന്റെ മേൽക്കൂരയും പുല്ലുമേഞ്ഞതാണ്. ഭിത്തി കട്ടകൊണ്ട് കെട്ടി പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നു. വെളിച്ചം നല്ലവണ്ണം അകത്തേക്ക് കടക്കത്തക്ക രീതിയിൽ ഗ്ലാസ് കൊണ്ടുള്ള വാതിലുകളും ജാലകങ്ങളും. പുറത്ത് അവിടെയിരുന്ന് ചിലർ കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. ആകെ 73 മുറികളാണ് ഈ റിസോർട്ടിലുള്ളത്. സ്റ്റാൻഡേർഡ് റൂമുകളും ഡീലക്സ് റൂമുകളും എക്സിക്യൂട്ടീവ് സൂട്ടുകളുമുണ്ട്. ഒക്ടോബർ മാസത്തിൽ ഇലാല ലോഡ്ജിലെ മുറിയുടെ വാടകയായി ഇന്റർനെറ്റിൽ കണ്ടത് 58,000 രൂപയാണ്. ഒരു രാത്രിയുടെ വാടകയാണ് അതെന്നോർക്കണം. അതാണ് പുല്ലുമേഞ്ഞ റിസോർട്ടുകളുടെ ടൂറിസം സാധ്യത. മനോഹരമായ ആംബിയൻസ്. വനത്തിന് അഭിമുഖമായാണ് കോട്ടേജുകളും റൂമുകളും. അങ്ങേയറ്റത്തേക്ക് കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം മുറികളാണ്. 2 നിലകളിലായി മുറികൾ. മുന്നിലെ ഈ മൈതാനത്തേക്ക് രാത്രിയിൽ മൃഗങ്ങൾ കയറി വരും. കാട്ടുപന്നിയും മാനും മുയലുമൊക്കെ. ഞങ്ങൾ താമസിക്കുന്ന എലിഫന്റ് ഹിൽസ് റിസോർട്ട് പോലെ തന്നെയാണ് ഇവിടെയും. മുറികളെല്ലാം എയർ കണ്ടീഷൻഡാണ്. മുറികളിൽ മിനി ബാറും ടെലിവിഷനും വൈഫൈയുമെല്ലാമുണ്ട്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ചെറിയ കുളമാണിത്. കുറച്ചപ്പുറം കുളിക്കുന്ന പൂളുണ്ട്. കുറച്ചുപേർ നീന്തുന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയില്ല. അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. മാത്രമല്ല, ഇത്തരം റിസോർട്ടുകളിൽ ഷൂട്ട് ചെയ്യാൻ അനുവാദം തരുമ്പോൾ തന്നെ അവർ പ്രത്യേകം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗസ്റ്റുകൾക്ക് അലോസരമുണ്ടാക്കരുതെന്നും അവരുടെ ദൃശ്യങ്ങൾ പകർത്തരുതെന്നുമാണ്. ഗസ്റ്റിന്റെ സ്വകാര്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് ഗസ്റ്റുകളില്ലാത്ത ഭാഗം നോക്കി ക്യാമറ പിടിക്കുകയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ ഗസ്റ്റുകളുടെ പ്രൈവസിയെ നമ്മൾ പൂർണ്ണമായും മാനിക്കേണ്ടതുണ്ട്. ഞാൻ ഇലാല ലോഡ്ജ് ഒന്ന് നടന്നു കണ്ടു. സഞ്ചാരത്തിന്റെ അടുത്ത ഗ്രൂപ്പ് തെക്കേ ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട താമസ സൗകര്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക കൂടിയാണ് ഉദ്ദേശം. ഏറ്റവും മികച്ചതു തന്നെ ആയിരിക്കണമല്ലോ നമ്മുടെ ഗ്രൂപ്പിന് നൽകേണ്ടത്. പക്ഷേ ഇവിടം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോൾ താമസിക്കുന്ന എലിഫന്റ് ഹിൽസ് റിസോർട്ടിനോളം വരില്ല ഇത്. അത്രയും ഫെസിലിറ്റികളുമില്ല. എലിഫന്റ് ഹിൽസ് തന്നെയാണ് വിക്ടോറിയ ഫാൾസിലെ ഏറ്റവും വലിയ റിസോർട്ടുകളിൽ ഒന്ന്. ഈ കാണുന്നതെല്ലാം കച്ചവട കേന്ദ്രങ്ങൾ തന്നെയാണ്. കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളും വിൽക്കുന്ന കടകളാണ് കൂടുതലും. വഴിയിൽ സഫാരി വാഹനങ്ങൾ കാണാം. അവ തലങ്ങും വിലങ്ങും പോകുന്നു. ജംഗിൾ സഫാരി കഴിഞ്ഞിട്ട് വരുന്നതാണ്. നേരത്തെ പറഞ്ഞ ഒരിടത്തേക്കാണ് ജിമ്മി എന്നെ കൊണ്ടുപോകുന്നത്. ആർട്ടിസ്റ്റുകളുടെ ടൗൺഷിപ്പിലേക്ക്. നേരത്തെ മാർക്കറ്റിൽ കണ്ടതരം ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കലാകാരന്മാരുടെ സ്ഥലമാണത്. ഇതിവിടുത്തെ ഒരു ബജറ്റ് ഹോട്ടലാണ്. അത്തരത്തിലുള്ള ചെറു ഹോട്ടലുകളും ഇവിടെ ധാരാളമുണ്ട്. അത് കടന്നു പോകുമ്പോൾ എത്തുന്നത് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ്.
നാട്ടുകാരുടെ വാസയിടം. ഇവിടെ നിന്നങ്ങോട്ട് ടൗൺഷിപ്പ് തുടങ്ങുകയാണെന്നാണ് ജിമ്മി പറയുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ രൂപം കൊണ്ട ഒരു ടൗണാണിത്. നാട്ടുകാർ വസിക്കുന്ന പ്രദേശം. അവിടം വിശദമായി ഞാൻ പിന്നീട് പോയി കാണുന്നുണ്ട്. ഈ ടൗൺഷിപ്പിൽ വസിക്കുന്നവരിൽ കലാകാരന്മാരുണ്ട്, ടൂർ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്, ഹോട്ടലുകളിലെ ജോലിക്കാരുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ആളുകളും ജീവിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ വിക്ടോറിയ ഫാൾസ് സിറ്റിയിൽ ടൂറിസം വളർന്നു തുടങ്ങിയിരുന്നു. 1904-ൽ ഇവിടെ വിക്ടോറിയ ഫാൾസ് ഹോട്ടൽ എന്ന ടൂറിസ്റ്റ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി ടൂറിസത്തിന് തുടക്കമായി. കൊളോണിയൽ കാലമായിരുന്നു അത്. ആ ചിന്തകളിലൂടെ കലാകാരന്മാർ ജോലി ചെയ്യുന്ന ഇടം ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചാരം തുടർന്നു.